ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആദ്യമായിട്ടാണ് നിങ്ങൾ എന്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ ഇന്നത്തെ നമ്മുടെ സ്റ്റുഡൻസിന്റെ ഡൗട്ട് എന്ന് പറയുമ്പോൾ, ഫസ്റ്റ് ഇയറിൽ തന്നെ ഇന്റേൺഷിപ്പ് സ്റ്റാർട്ട് ചെയ്യണോ, പ്രൊജക്ട് ചെയ്ത് തുടങ്ങണോ, ലിങ്ക്ഡിൻ ഫസ്റ്റ് ഇയറിൽ തന്നെയൊക്കെ എടുക്കണോ, ഇങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും നിങ്ങളുടെ കോമൺ ആയിട്ടുള്ള ഡൗട്ട്സ്. സോ ഇങ്ങനെയുള്ള ഡൗട്ട്സ്, ഈ ഡൗട്ട്സ് എല്ലാം കൂടെ കവർ ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോ വരുന്നത്. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഫസ്റ്റ് ഇയറിൽ എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പറയാം. നിങ്ങൾ ഫസ്റ്റ് ഇയർ വന്ന ഉടനെ തന്നെ ഈ ഇന്റേൺഷിപ്പിന്റെ പുറകെ, പ്രൊജക്ടിന്റെ പുറകെ ഇങ്ങനെയൊന്നും പോവേണ്ട. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം കോളേജുമായിട്ടൊക്കെ ഒന്ന് അഡാപ്റ്റ് ആവാം. ഇപ്പൊ നിങ്ങൾ പഠിച്ച സ്കൂള് പോലെയല്ല, സ്കൂളിൽ നിന്ന് ഒരുപാട് വ്യത്യാസമാണ് കോളേജ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് കുറെ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടും, കുറെ കാര്യങ്ങളൊന്നും ഇവിടെ ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പൊ ആദ്യം കോളേജുമായിട്ട് നിങ്ങളൊന്ന് അഡാപ്റ്റ് ആയിട്ട് വരിക. അത് കഴിഞ്ഞിട്ട് നമ്മുടെ CGPA മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കുക. അത്യാവശ്യം സീരീസ് എക്സാമിനൊക്കെ നന്നായിട്ട് പഠിക്കാൻ നോക്കുക. നിങ്ങൾ ആദ്യമേ അങ്ങ് ക്ലാസ് കട്ട് ചെയ്ത് കോളേജ് ലൈഫ് എൻജോയ് ചെയ്യാന്ന് പറഞ്ഞ് നിൽക്കരുത്. ആദ്യമൊക്കെ നിങ്ങൾ കുറച്ചൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്യുക. കോളേജും ക്ലാസ്സും ഒക്കെ ആയിട്ടൊന്ന് അഡാപ്റ്റ് ആയിട്ട് വരിക. ഓരോ വിഷയത്തിന്റെയും ഫസ്റ്റ് കുറച്ച് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യുക. അപ്പോഴത്തേക്കും നിങ്ങൾക്ക് ആ സബ്ജക്റ്റിന്റെ ഏകദേശം ഒരു ഐഡിയ കിട്ടും. അങ്ങനെ ഓരോ സബ്ജക്റ്റിന്റെയും ബേസ് നിങ്ങൾ സെറ്റ് ആക്കാം. ഇപ്പൊ പ്രോഗ്രാമിംഗ് ആണെങ്കിൽ പൈതൺ പ്രോഗ്രാമിംഗ് ആണ് ഫസ്റ്റ് സെമ്മിൽ വരുന്നത്. ഞാൻ ആദ്യം മുതലേ പറയുന്നതുകൊണ്ട് ഇപ്പോഴേ അത് ബേസ് ഒന്ന് സെറ്റ് ആക്കിക്കോണം. കോളേജിലെ ബേസ് മുതലാണ് പഠിപ്പിക്കുന്നത്. പക്ഷേ ബയോ സയൻസുകാരാണെങ്കിൽ, CS കാരാണെങ്കിൽ ഞാൻ അങ്ങനെ പറയില്ല, കാരണം അവർ പ്രോഗ്രാമിംഗ് ഏതെങ്കിലുമൊക്കെ പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ ബയോ സയൻസുകാരാണെങ്കിൽ പൈതൺ പ്രോഗ്രാമിന്റെ ബേസ് ഒന്ന് സെറ്റ് ആയിക്കോണം. കോളേജിൽ ചെല്ലുമ്പോൾ ബേസ് മുതൽ തന്നെ പഠിപ്പിക്കും, കുഴപ്പമില്ല. അപ്പോൾ നിങ്ങൾ പൈതൺ പ്രോഗ്രാമിന്റെ ബേസ് ഒന്ന് സെറ്റ് ആക്കുക. അപ്പൊ പ്രോഗ്രാമിങ്ങിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഒരു ഐഡിയ, ഏകദേശം ഐഡിയ നിങ്ങൾക്ക് കിട്ടും. അതേപോലെ എല്ലാ സബ്ജക്ട്സ്, മാത്സ് ആയാലും കെമിസ്ട്രി ആയാലും ഫിസിക്സ് ആയാലും ആ ഒരു ഫൗണ്ടേഷൻ സെറ്റ് ചെയ്യുക, ബേസ് സെറ്റ് ചെയ്യുക. ഇതാണ് നിങ്ങൾ ഫസ്റ്റ് ഇയറിൽ ചെയ്യേണ്ട കാര്യം. ഫസ്റ്റ് ഇയറിലെ പ്ലേസ്മെന്റിന്റെ ടെൻഷൻ വേണ്ട. എനിക്ക് പ്ലേസ്മെന്റ് കിട്ടുമോ, ഇന്റേൺഷിപ്പ് കിട്ടുമോ, പ്രൊജക്ട് ഒക്കെ ചെയ്യണം, ഇങ്ങനെയുള്ള ടെൻഷൻ ഒന്നും നിങ്ങൾക്ക് ഫസ്റ്റ് ഇയറിൽ വേണ്ട. കോളേജുമായിട്ട് അഡാപ്റ്റ് ചെയ്യുക, അഡ്ജസ്റ്റ് ചെയ്ത് പോവുക, അത്രയാണ് ചെയ്യേണ്ടത്. സെക്കൻഡ് ആയിട്ടുള്ള ഡൗട്ട്, കോഡിങ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം? ഇതിൽ ഒരു കോംപ്രമൈസ് വേണ്ട. ഫസ്റ്റ് സെമ്മ് മുതലേ കോഡിങ് പ്രാക്ടീസ് ചെയ്തു. ഞാൻ അതിൽ ഇപ്പോഴും ഖേദിക്കുന്ന ഒരാളാണ്. ആദ്യത്തെ സെമ്മ് മുതലേ ഞാൻ ബയോസയൻസ് ആണെന്നും പറഞ്ഞ് കോഡിങ്ങിന് എല്ലാവർക്കും കോഡിങ്ങിന് കഴിവുണ്ട്, എനിക്ക് കഴിവില്ലെന്ന് പറഞ്ഞിരുന്ന ആളാ. പക്ഷെ അങ്ങനെ അല്ല, നമ്മുടെ സ്കിൽ അഡാപ്റ്റ് ആയിട്ട് വരികയാണ് ചെയ്യുക. അപ്പൊ നിങ്ങൾ ആദ്യത്തെ സെമ്മ മുതലേ കോഡിങ് അങ്ങ് ഫോക്കസ് ചെയ്തോ. പൈതൺ പ്രോഗ്രാമിംഗ് ആണെങ്കിൽ അതിൽ ഓരോ പ്രോബ്ലംസ് തന്നെ ചെയ്യാം. കൂടുതൽ നിങ്ങൾ ChatGPT അത് ഇതും ഒക്കെ നേരിട്ട് അതിൽ നിന്ന് കോഡ് കിട്ടും എല്ലാത്തിൻ്റെ. പക്ഷെ അത് എടുക്കരുത്. ഒരു പ്രോബ്ലം കിട്ടിയാൽ നിങ്ങൾക്ക് കോളേജിൽ പഠിപ്പിച്ച് തരുവാടാ ബേസ് ഒക്കെ. അപ്പൊ അതൊക്കെ പഠിച്ചിട്ട് ഒരു പ്രോഗ്രാം കിട്ടിയാൽ നിങ്ങൾ അത് എങ്ങനെ സോൾവ് ചെയ്യാന്ന് ചിന്തിച്ച് ചെയ്യുക. ഹിന്റ്സ് വേണമെങ്കിൽ നിങ്ങൾ ChatGPTയോട് ചോദിക്കുകയോ ഹെൽപ്പ് ചോദിക്കുകയോ ഒക്കെ ചെയ്തോ. പക്ഷെ പ്രോഗ്രാമിംഗ് കോഡ് മൊത്തം അതിൽ നിന്ന് എടുത്ത് കാണാപ്പാടം പഠിക്കരുത്. അപ്പൊ കോഡിങ് ആദ്യം മുതലേ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക, ഫസ്റ്റ് സെം മുതലേ. ഇതിന് നമുക്ക് ഫസ്റ്റ് സെമ്മിൽ വരുന്ന പൈതൺ പ്രോഗ്രാമിംഗ് ആണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്ന പ്ലാറ്റ്ഫോംസിന്റെ പേര് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. ഹാക്കർ റാങ്ക്, ലീഡ് കോഡ്. ലീഡ് കോഡ് എന്ന് പറയുമ്പോൾ കുറച്ച് ഹയർ ലെവലാണ്. അതിൽ ഈസി ആയിട്ടുള്ളത് നിങ്ങൾക്ക് ചെയ്യാം. ഈസി ലെവൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യമേ ചെയ്യേണ്ട കോളേജിലോട്ട് പോയി കുറച്ചൊക്കെ ഒന്ന് ഐഡിയ ആയിട്ട് ഇതൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയാൽ മതി. പിന്നെ ആപ്പ് ഡോട്ട് അങ്ങനെ എന്തോ ഒരെണ്ണം എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മ വരുന്നില്ല, പേര് ഞാൻ ഓർമ്മ വരാണെങ്കിൽ കൊടുക്കാം. എന്തായാലും ഹാക്കർ റാങ്കും അതേപോലെ ലീഡ് കോഡും, ഇത് രണ്ടും നിങ്ങളൊന്ന് ജസ്റ്റ് ഫെമിലിയർ ആവും, പരിചയപ്പെടുക. ഇനി ലിങ്ക്ഡിൻ എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഇയറിൽ തന്നെ നിങ്ങൾ ലിങ്ക്ഡിൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തു. ഞങ്ങളുടെയൊക്കെ കോളേജിൽ വന്ന സമയത്ത് ഈ കോളേജിൽ ഓറിയന്റേഷന് പോയപ്പോൾ തന്നെ പ്ലേസ്മെന്റിനെ കുറിച്ച് ഞങ്ങൾ ഒരു ആപ്റ്റിറ്റ്യൂഡ് ഡെമോ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പ്ലേസ്മെന്റിനെ കുറിച്ചും ലിങ്ക്ഡിനെ കുറിച്ചും ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ കൊണ്ട് ലിങ്ക്ഡിൻ അക്കൗണ്ട് ഒക്കെ എടുപ്പിച്ചു. സോ നിങ്ങളുടെ കോളേജിൽ എങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് അറിയത്തില്ല. പക്ഷെ ഫസ്റ്റ് ഇയർ മുതലേ നിങ്ങളുടെ ലിങ്ക്ഡിൻ ഒരു അക്കൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിടുക. ഓക്കെ. അപ്പോൾ പിന്നെ നമുക്ക് അതിൽ ഓരോ എഡിറ്റ്സ് ചെയ്യാം. ലിങ്ക്ഡിന്റെ ഗുണം എന്താന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പൊ എന്തെങ്കിലും നിങ്ങൾ വർക്ക്ഷോപ്പിന് എന്തെങ്കിലും നിങ്ങളുടെ ഇവന്റ് അറ്റൻഡ് ചെയ്യാൻ പോലും അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ അവിടെ ചോദിക്കും. നിങ്ങളുടെ ഇൻസ്റ്റഗ്രാം ഒന്നും ഇവിടെ ചോദിക്കത്തില്ല. മെയിൻ ആയിട്ട് ഗിറ്റബും ലിങ്ക്ഡിനും ആണ് ചോദിക്കുക. ഗിറ്റബ് അവിടെ നിൽക്കട്ടെ, ഞാൻ പറയാം. സോ ലിങ്ക്ഡിൻ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിടുക, നിങ്ങളുടെ പാഷൻസ് ഒക്കെ അതിൽ കൊടുക്കുക. ഇതിൽ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ ഓരോ സെമ്മിൽ നമ്മൾ ഒരുപാട് പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യും. നമുക്ക് സർട്ടിഫിക്കറ്റ് കിട്ടും, നമ്മൾ അതിന്റെ ഫോട്ടോസ് എടുക്കും. അപ്പൊ അതൊക്കെ അതിൽ പോസ്റ്റ് ചെയ്യുക. നല്ലൊരു ക്യാപ്ഷൻ കൊടുത്തിട്ട് നിങ്ങൾ എന്ത് ഇവന്റ് ആണ് അറ്റൻഡ് ചെയ്തത്, എന്താണ് അതിന്റെ ഡീറ്റെയിൽസ്, അങ്ങനെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ നമ്മൾ ഫോട്ടോസ് ഒക്കെ ഇട്ടിട്ട് ക്യാപ്ഷൻ കൊടുക്കൂലേ, അതേപോലെ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ആ ഒരു ഇവന്റും അതിന്റെ കാര്യങ്ങളും ഒക്കെ ലിങ്ക്ഡിനിൽ പോസ്റ്റ് ചെയ്യുക. കൺസിസ്റ്റന്റ് ആയിട്ട് ലിങ്ക്ഡിനിൽ
പോസ്റ്റ് ചെയ്യാൻ. ഞാൻ ലിങ്ക്ഡിനിലുണ്ട്, ഫൗസിയ എന്നത് നോക്കിയാൽ മതി. പക്ഷെ ഞാൻ കുറച്ച് നാളായിട്ട് ഇനാക്റ്റീവ് ആണ്, ഒന്നും ഇട്ടിട്ടില്ല. പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്, പക്ഷെ ലിങ്ക്ഡിനിൽ ഇടാൻ മടിയാണ്. അപ്പൊ നിങ്ങൾ ആദ്യം മുതലേ അതൊന്നും നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്ന ഇവന്റ്സ് ഒക്കെ അതിലൊന്ന് അപ്ഡേറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ അതിൽ നിന്ന് നിങ്ങൾക്ക് കുറെ നെറ്റ്വർക്കിംഗ് കിട്ടൂടാ. കുറെ ഫീൽഡിൽ ജോലി ചെയ്യുന്ന ആളുകളൊക്കെ ആയിട്ട് കണക്ഷൻസ് കിട്ടും. അപ്പൊ അങ്ങനെയുള്ളവരൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ യൂസ് ചെയ്യും. ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അതിൽ നിന്ന് പഠിക്കാം. ഇനി അതിൽ നിങ്ങൾ ബയോ ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ സ്കില്ല്, നിങ്ങളുടെ കോളേജ് പ്രൊജക്ട്സ്, ഇതൊക്കെ നിങ്ങൾ അതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ അടുത്ത വരുന്നത് പ്രൊജക്ട് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം. അത് ഫസ്റ്റ് സെമ്മിലൊന്നും വേണ്ട, ഒരു സെക്കൻഡ് സെമ്മിലൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ മതി. സെക്കൻഡ് സെമ്മിൽ നിങ്ങൾ വലിയ വലിയ പ്രോജക്റ്റ് എന്നൊക്കെ പറയുമ്പോൾ പേടിക്കാൻ കേട്ടോ. വലിയ വലിയ സാധനങ്ങളൊന്നും അല്ല, കുഞ്ഞു സാധനങ്ങൾ ചെയ്തു തുടങ്ങുക. അതായത് സെക്കൻഡ് സെം ആകുമ്പോഴത്തേക്ക് നമ്മൾ HTML CSS ഒക്കെ പഠിക്കും. ഞാൻ പറഞ്ഞില്ലേ, വെബ്സൈറ്റ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ യൂസ് ചെയ്യുന്നതാണ് HTML CSS. സോ അതൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഒരു കാൽക്കുലേറ്റർ അല്ലെങ്കിൽ ടു ഡു ആപ്പ്, പോർട്ട്ഫോളിയോ വെബ്സൈറ്റ്, ഒരു വെതർ ആപ്പ്, സ്റ്റുഡന്റ് മാനേജ്മെന്റ്, ഇങ്ങനെയുള്ള കുഞ്ഞു പ്രോജക്ട്സ് ഒക്കെ സെക്കൻഡ് സെമ്മിൽ ചെയ്യാം. അതൊക്കെ ചെറുതാണേ. അപ്പൊ സെക്കൻഡ് സെമ്മിൽ നിങ്ങൾ ചെറിയ പ്രൊജക്ട്സ് ചെയ്താൽ മതിയാവും. ഇനി ഇന്റേൺഷിപ്പ് ഫസ്റ്റ് ഇയർ കിട്ടും. ഇതാണ് വലിയൊരു ഡൗട്ട്. ഇന്റേൺഷിപ്പ് നമ്മളോട് എല്ലാരും പറയുന്ന ഇങ്ങോട്ട് പൈസ തരുന്നതും അല്ലെങ്കിൽ ഫ്രീ ആയിട്ടുള്ള ഇന്റേൺഷിപ്പ് ചെയ്യാനാ. പക്ഷെ നമുക്ക് ഒരുപാട് വാട്സപ്പിലും ഒക്കെ വരുന്ന മെസ്സേജസ് നമ്മൾ അങ്ങോട്ട് പൈസ അടച്ച് ചെയ്യുന്ന ഇന്റേൺഷിപ്പ് ആണ്. നമുക്ക് ഇങ്ങോട്ട് പൈസ, നമ്മൾ എടുക്കുന്ന പണിക്ക് ഇങ്ങോട്ട് പൈസ തന്ന് ഇന്റേൺഷിപ്പ് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. അല്ലെങ്കിൽ അതിന് നല്ല സ്കില്ല് വേണം. അതായത് നമുക്ക് എല്ലാം അറിയാം. അപ്പൊ നമ്മൾ ആ കമ്പനിയിലോട്ട് അപ്ലൈ ചെയ്താൽ നമുക്ക് ചിലപ്പോൾ പെയ്ഡ് ആയിട്ട് കിട്ടുമായിരിക്കും. അല്ലാതെ കുറേ ഇത് വരും, മൈക്രോസോഫ്റ്റ് റെക്കഗ്നൈസ്ഡ് അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ വരും. സർട്ടിഫിക്കറ്റ് 32 ആക്ടിവിറ്റി പോയിന്റ്, എന്താന്ന് ഞാൻ പറയാട്ടോ. അങ്ങനെയൊക്കെ വരും. പക്ഷെ ഇതൊന്നും ഇതെല്ലാം നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കുന്നതാ. പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം ഇന്റേൺഷിപ്പ്. പക്ഷെ ആ ഇന്റേൺഷിപ്പ് ജസ്റ്റ് സർട്ടിഫിക്കറ്റിന് മാത്രം ചെയ്യാതെ നിങ്ങൾക്ക് നല്ല ഇത് നോക്കി ചെയ്യാം. അതായത് ആ ഒരു സ്കില്ല്. ഇപ്പൊ നിങ്ങൾ വെബ് ഡെവലപ്മെന്റിൽ അങ്ങോട്ട് പൈസ കൊടുത്തൊരു ഇന്റേൺഷിപ്പ് ചെയ്തു, കുഴപ്പമില്ല. അത് ഫസ്റ്റ് ഇയറിൽ തന്നെ ചെയ്യണമെന്നില്ല. സെക്കൻഡ് സെമ്മിലോ തേർഡ് സെമ്മിലോ ഫോർത്ത് സെമ്മിലോ അങ്ങോട്ട് ചെയ്താൽ മതി. ഫസ്റ്റ് സെമ്മി വേണമെന്ന് ഞാൻ പറയില്ല. അല്ലെങ്കിൽ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ആയിട്ട് ചെയ്താൽ മതി. ഞാൻ എന്റെ ഫസ്റ്റ് ഇന്റേൺഷിപ്പ് ചെയ്യുന്ന കൊച്ചി ടെക് മാഗിലായിരുന്നു. ഞാൻ അങ്ങോട്ട് പേ ചെയ്ത 1000 രൂപ അടച്ചിട്ട് 7 ദിവസത്തേക്കായിരുന്നു ചെയ്തിട്ടുണ്ടായത്. നല്ല ക്ലാസ് ആയിരുന്നു, ഉള്ളത് പറയാലോ. നല്ലപോലെ ആയിരുന്നു അവർ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് പൈസ കൊടുത്തെങ്കിലും വേർത്ത് ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ഒരു ഇന്റേൺഷിപ്പിന് പോയി, അത്ര വേർത്ത് അല്ല എന്ന് പറയുമ്പോൾ ഓൺലൈനിൽ അവർ പഠിപ്പിച്ച ആപ്പ് ഡെവലപ്മെന്റ് ഫ്ലട്ടറും അവിടെ ചെന്നപ്പോൾ പഠിപ്പിച്ച വേറെ ഇതുമായിരുന്നു. കമ്പനി ഒന്നും ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല. അപ്പൊ അങ്ങനെ നമുക്ക് സ്കില്ല് കിട്ടുന്ന ഇന്റേൺഷിപ്പ് ആണെങ്കിൽ അങ്ങോട്ടൊരു ഇച്ചിരി പൈസയൊക്കെ അടച്ചാലും കുഴപ്പമില്ല, നല്ലത് നോക്കി ചെയ്യും. അങ്ങനെയുള്ള ഇന്റേൺഷിപ്സ് ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഓപ്പൺ സോഴ്സ് ട്രെയിനിങ് പ്രോഗ്രാം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം. മിനി ഇന്റേൺഷിപ്പ്. ഇപ്പൊ സ്കില്ലുണ്ടെങ്കിൽ നമുക്ക് ഇന്റേൺഷിപ്പ് ഒക്കെ കിട്ടും. പക്ഷെ അത് റെയർ ആണ്, എല്ലാവർക്കും ഫസ്റ്റ് കിട്ടണമെന്നില്ല. ഓക്കെ, അപ്പൊ ഫസ്റ്റ് റോഡ് മാപ്പ് ഞാൻ പറയാം. ഫസ്റ്റ് സെമ്മിൽ നിങ്ങൾ ബേസിക്സ് എല്ലാം സെറ്റ് ആക്കുക. എന്താണ് പൈതൺ പഠിക്കുക, ബേസിക് ആയിട്ടുള്ള കോഡിംഗ് ഒക്കെ സെറ്റ് ആക്കുക. ഇതൊക്കെയാണ് നിങ്ങൾ ഫസ്റ്റ് സെമ്മിൽ ചെയ്യേണ്ടത്. സെക്കൻഡ് സെം ആകുമ്പോൾ C പഠിക്കുക, മിനി പ്രൊജക്ട്സ് ചെയ്യുക, ലിങ്ക്ഡിൻ അതോടെ ഒരു സ്റ്റാർട്ട് ചെയ്ത് ഒരു കാര്യം എത്തിച്ചേക്കണം. ഇനി വെക്കേഷന് നമുക്ക് പിന്നെ നിങ്ങളെ അക്കാഡമിക്സ് മാത്രം അങ്ങ് പഠിക്കരുത്. കോളേജിൽ പഠിക്കുന്നത് മാത്രം പഠിച്ച് അങ്ങനെ കുത്തിയിരിക്കരുത്. വെബ് ഡെവലപ്പ് ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിൽ ഇഷ്ടംപോലെ ക്ലാസ്സുകളുണ്ട്. അതായത് നിങ്ങൾക്ക് ഇപ്പൊ വെബ്സൈറ്റ് ഉണ്ടാക്കാൻ താല്പര്യമുണ്ട്, അടുക്ക് വെബ് ഡെവലപ്മെന്റ് റോഡ് മാപ്പ് എന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾ എന്തൊക്കെ പഠിക്കണം, അതിന്റെ സ്റ്റെപ്സ് ഫുള്ളി അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾ പഠിച്ചോ. കോളേജിൽ ഇതൊന്നും അങ്ങനെയൊന്നും പഠിപ്പിക്കത്തില്ല. അവർക്ക് 4 മാസമേ ഉള്ളൂ, അവർ ഓടിച്ചേ പഠിക്കൂ. ഇത്ര പ്രാക്ടിക്കൽ ആയിട്ടൊന്നും പഠിക്കാൻ സമയം കിട്ടത്തില്ല. അങ്ങനെ ചെയ്തോ. സൈബർ സെക്യൂരിറ്റി പഠിക്കണം, യൂട്യൂബിൽ സൈബർ സെക്യൂരിറ്റി ചെയ്തോ. ഇനി ഇതെല്ലാം നിങ്ങൾക്ക് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് സർട്ടിഫിക്കറ്റ് ഒക്കെ വേണം. കോഴ്സ് ആയിട്ട് ചെയ്യണമെങ്കിൽ കോഴ്സറ, ഉഡമി പോലുള്ള ഒരുപാട് പ്ലാറ്റ്ഫോംസ് ഉണ്ട് പേ ചെയ്തിട്ട്. അപ്പൊ അതിനെ കുറിച്ചൊക്കെ നിങ്ങൾ കോളേജിലോട്ട് വന്നു കഴിയുമ്പോൾ പതിയെ നിങ്ങൾ ഓരോന്ന് പഠിക്കും. അപ്പൊ നമുക്ക് ചെയ്യാം. സോ CGPA നിങ്ങളൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ നോക്കുക. ഒരുപാടൊന്നും വേണമെന്ന് ഞാൻ പറയുന്നത് ഒരു 7.5 മേലേക്ക്, ഒരു 8 എങ്കിലും കീപ്പ് ചെയ്യുക. 7.5 മേലേക്ക് ആവറേജ് 8 എങ്കിലും കീപ്പ് ചെയ്യുക. 8 ആണ് ഇപ്പോൾ. കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് ചില കമ്പനീസിലൊക്കെ പ്ലേസ്മെന്റിന് പോവാം. ഇപ്പൊ എനിക്ക് നല്ലപോലെ കോഡിങ് അറിയാം, എല്ലാം അറിയാം, ടെക്നിക്കൽ ഇന്റർവ്യൂ എല്ലാം പാസ്സാവാനുള്ള എല്ലാ നോളജും എനിക്കുണ്ട്. പക്ഷെ എന്റെ CGPA ഞാൻ ഒരു ഇത് പറയാണ്, എന്റെ CGPA ഒരു 9 ആന്ന് വെച്ചു, 9 അല്ല സോറി, എന്റെ CGPA ഒരു 6 ആന്ന് വെച്ചോ. അപ്പൊ ഈ കമ്പനിക്കാര് പ്ലേസ്മെന്റിന് വിളിക്കുമ്പോൾ അവർക്ക് ഇത്രയും കുട്ടികളെ ഒരുമിച്ച് ഇന്റർവ്യൂ നടത്താൻ പറ്റില്ല.
അപ്പൊ കമ്പനിക്കാർ ഇന്റർവ്യൂവിന് വിളിക്കുമ്പോൾ അവർക്ക് ഇത്രയും കുട്ടികളെ ഒരുമിച്ച് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ അവരെന്ത് ചെയ്യും, അവർ പറയും 7 CGP ആൻഡ് എബോവ് ഉള്ള കുട്ടികൾ മതി, അല്ലെങ്കിൽ സപ്ലി ഇല്ലാത്ത കുട്ടികൾ മതി, അല്ലെങ്കിൽ 8 എബോവ് CGP ഉള്ള കുട്ടികൾ മതി. അപ്പൊ ഒരു സേഫ് CGP എന്ന് പറയുന്നത് ഒരു 7.5 അല്ലെങ്കിൽ ഒരു 8 ആണ്. സോ ഈ ഒരു CGP എല്ലാവരും കീപ്പ് ചെയ്യുക. ചില കമ്പനിക്കാർ പറയുന്ന ആകെ ക്രൈറ്റീരിയ സപ്ലൈ ഉണ്ടാവരുത്, CGP എത്രയായാലും കുഴപ്പമില്ല, അങ്ങനെ പറയുന്ന കമ്പനിക്കാരും ഉണ്ട്. എന്തായാലും നിങ്ങൾ സേഫസ്റ്റ് ആയിട്ട് വെക്കുക. കാരണം നല്ല നല്ല കമ്പനീസ് വരുമ്പോൾ അവര് ക്രൈറ്റീരിയ ആയിട്ട് CGP ചോദിക്കുന്നുണ്ട്. അപ്പൊ CGP മെയിൻറ്റെയിൻ ചെയ്യുക. ഈ കോളേജിൽ പഠിപ്പിക്കുന്ന മാത്രം, ഞാൻ കോമൺ ആയിട്ട് പറയുന്ന മിസ്റ്റേക്ക്, അത് ആരും വരുത്തരുത്, എനിക്ക് പറ്റിയതാണ്. കോളേജിൽ പഠിപ്പിക്കുന്നത് മാത്രം ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും പഠിക്കാനാണെങ്കിൽ യൂട്യൂബ് ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ പഠിക്കുക. CGP നിങ്ങൾ ഇഗ്നോർ ചെയ്യരുത്. നിങ്ങൾക്ക് പറ്റുന്ന പോലെ അത് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് സപ്ലൈ അടിക്കാതിരിക്കുക. സപ്ലൈ അടിച്ചാലും എഴുതിയെടുത്താൽ മതി. പിന്നെ കോഡിങ് ആദ്യമേ സ്റ്റാർട്ട് ചെയ്യുക, ലേറ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്യരുത്. പതിയെ പതിയെ അത് ഡെവലപ്പായി വരുള്ളൂ. ആദ്യമേ നമുക്ക് നന്നായിട്ട് അത് ചെയ്യാൻ പറ്റത്തില്ല. ഇനി പ്രൊജക്ട്സ് ഒന്നും കോപ്പി അടിക്കരുത്. മറ്റുള്ളതായിട്ട് നിങ്ങളെ കമ്പയർ ചെയ്യരുത്. നിങ്ങൾ എപ്പോഴും യുണീക്കാണ്. നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിക്ക് നിങ്ങൾ പെർഫോം ചെയ്യാം. വേറെ ടെൻഷൻസ് ഒന്നും വേണ്ട. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് കോമൺ ആയിട്ട് പറയാനുള്ളത്. ഇനി കാൽക്കുലേറ്റർ വേണം കേട്ടോ ഫസ്റ്റ് ഇയറില്. അപ്പൊ നല്ലൊരു കാൽക്കുലേറ്റർ നോക്കിയിട്ട്, ഞാൻ വേണമെങ്കിൽ പ്രൊഡക്റ്റിന്റെ ലിങ്ക് ഇതിൽ കൊടുത്തേക്കാം. അപ്പൊ നിങ്ങൾ നല്ലൊരു കാൽക്കുലേറ്റർ നോക്കിയിട്ട് വാങ്ങിച്ചോ. അതേപോലെ എന്തോടെ പറയാൻ വന്നേ, ആക്ടിവിറ്റി പോയിന്റ്. ഓക്കെ, ആക്ടിവിറ്റി പോയിന്റ് എന്ന് പറയുന്ന സംഭവം നമ്മുടെ കോളേജില് നമുക്ക് KTUയിലുള്ള ഒരു സംഭവമാണ്. നമുക്ക് BTechന്റെ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ CGP മാർക്സും മാത്രം പോരാ, ആക്ടിവിറ്റി പോയിന്റ്സ് വേണം. ഈ ആക്ടിവിറ്റി പോയിന്റ്സ് എപ്പോഴാണ് കിട്ടുന്നത്? ഇത് 3 സെക്ഷനാണ്. ഫസ്റ്റ് സെക്ഷനിൽ എനിക്ക് തോന്നുന്നു ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടെന്ന് തോന്നുന്നു. കോളേജിൽ കയറിയിട്ട് ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നവർക്ക് എത്ര 5 പോയിന്റ് എങ്ങാനുണ്ട്. മൊത്തം നമുക്ക് 120 പോയിന്റ് വേണം. ഞാൻ പറഞ്ഞില്ലേ 3 സെക്ഷനാണ്. ആദ്യത്തെ സെക്ഷനിൽ നിന്ന് 40, രണ്ടാമത്തെ 40, മൂന്നാമത്തെ 40, മൊത്തം 120 വേണം. അപ്പൊ ആദ്യത്തെ സെക്ഷനിലാണ്, എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ലേ, ഡ്രൈവിംഗ് ലൈസൻസ് കോളേജിൽ കയറിയിട്ട് എടുത്തവർക്ക് മാർക്കുണ്ട് 5 മാർക്ക് അങ്ങാണ്ട്. അത് മിസ് ചെയ്യരുത്. ഇതുവരെ എടുത്തിട്ടില്ലാത്തവരാണെങ്കിൽ കോളേജിൽ കയറിയിട്ട് എടുക്കാൻ നോക്കേ, അപ്പൊ അത് കിട്ടും. പിന്നെ സിഗ്നിങ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കുണ്ട്. അങ്ങനെ എന്തൊക്കെയാണ്. ഫസ്റ്റ് സെക്കൻഡിലാണ് നമ്മൾ കുറെ വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യും. നമ്മൾ ഓരോ പരിപാടികൾ അറ്റൻഡ് ചെയ്യുമല്ലോ, എഞ്ചിനീയറിംഗ് റിലേറ്റഡ് വർക്ക്ഷോപ്പ് അറ്റൻഡ് ചെയ്യും. വർക്ക്ഷോപ്പിന് മാർക്കുണ്ട്. അതിനൊക്കെ അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് എനിക്ക് വീഡിയോ ആണ് പറഞ്ഞാൽ അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ആ ഡോക്യുമെന്റ് നോക്കിയിട്ട് ചെയ്തു തരാം. അപ്പം അങ്ങനെ സെക്കൻഡ് സെക്ഷൻ. തേർഡ് സെക്ഷനിൽ നമ്മൾ എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്യുക, ഒരു ലോങ് ടേം ഇന്റേൺഷിപ്പ്, അതൊക്കെ. അപ്പൊ ഇതൊക്കെയാണ് വരുന്ന. ഇതെല്ലാം ചെയ്താലേ നമുക്ക് BTechന്റെ സർട്ടിഫിക്കറ്റ് കിട്ടും. ഇനി വേറൊരു കാര്യം പറയാനുള്ള, ഇന്റേൺഷിപ്പ് ഞാൻ പറഞ്ഞ ഷോർട്ട് ടൈം ആണ്. ലോങ് ടേം നിങ്ങൾ നല്ല സ്കില്ലൊക്കെ പഠിച്ചു, നന്നായിട്ട് കഴിവുണ്ടെങ്കിൽ നിങ്ങൾ ഒരു 3rd ഇയർ ഒക്കെ ആയിട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾ കമ്പനീസിലേക്ക് അങ്ങോട്ട് അപ്ലൈ ചെയ്യാം. എനിക്ക് ഇന്ന സ്കില്ലുകളുണ്ട്, അപ്പൊ എനിക്കൊരു ചാൻസ് തരാമോ എന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. നിങ്ങൾക്ക് ഉറപ്പായിട്ടും കിട്ടും. അപ്പൊ ആ സ്കില്ല് നിങ്ങൾ 3rd ഇയറിന് മുന്നേ അക്വയർ ചെയ്യുക. അപ്പൊ ഞാനൊക്കെ ആ സ്കില്ലില്ലാതെ ഇവിടെ ഇരിക്കുകയാണ്. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് അബദ്ധം വരാതിരിക്കാനാണ് ഞാൻ എടുത്തെടുത്ത് പറയുന്നത്. അപ്പം ഇത് ഇത്രേ ഉള്ളൂ എനിക്ക് പറയാൻ. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. ഓക്കെ, ബൈ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.